അങ്ങനെ പറയുന്ന ഒരു അമ്മ ഉണ്ടെങ്കിൽ നടക്കില്ല. പ്രകൃതി വികൃതി സംസ്കൃതി എന്ന് പറയും. പ്രകൃതി വികൃതി സംസ്കൃതി. വീട്ടിൽ വിരുന്നുകാർ വന്നപ്പോൾ വിരുന്നുകാരെ യാത്രയാക്കാൻ അമ്മ പോയപ്പോൾ ബാക്കി വന്ന ജിലേബി എടുത്ത് 5 വയസ്സുകാരെ കഴിച്ചാൽ അതവൻ്റെ പ്രകൃതിയാണ്. പക്ഷെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ജ്യൂസ് തട്ടിമറിച്ചിട്ടാൽ അത് വികൃതിയായി. ഇനി സംസ്കൃതി ഉണ്ട്. അമ്മ വരുന്നവരെ കാത്തു നിന്നിട്ട് അമ്മ എടുത്തോട്ടെ, അതാണ് സംസ്കൃതി. നമ്മൾ കുറച്ച് നേരത്തെ സ്കൂളിലെത്തി, ഗേറ്റ് അടച്ചു കിടക്കുന്നു, എന്ത് ചെയ്യും? മതിന് ചാടും. അത് പ്രകൃതിയാണ്, പിള്ളേരുടെ പ്രകൃതിയായി ചാടും. ഗേറ്റ് തല്ലി പൊട്ടിച്ചിട്ട് കയറുന്നതാണ് വികൃതി. സംസ്കൃതി എന്താ നിങ്ങൾ പറ? എക്സ്ട്രാ ചാവി ഉണ്ടാക്കി വന്ന് എന്താ ടീച്ചർ വരുന്നവരെ കാത്തു നിന്നിട്ട് കയറുന്നതാണ് സംസ്കൃതി. ഒരു പെൺകുട്ടിയോട് പ്രേമം തോന്നുന്നത് പ്രകൃതിയാണ്. പക്ഷെ കാണുന്ന എല്ലാ പെൺപിള്ളേരോടും പ്രേമം തോന്നുന്നത് വികൃതിയാണ്. ഹെൽമെറ്റ് കൊണ്ട് അടിക്കണം. സംസ്കൃതി എന്ന് പറയുന്നത് അവളോട് പോയി പറയലാണ്. ഇനി അവള് നോ പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്ത് വിഷമല്ല, ഒരു വിഷമം. അതാണ്. അല്ലാതെ സ്റ്റോക്കിങ്, അതിൻ്റെ പുറകെ നടക്കല്, പിന്നാലെ നടക്കല്, ബ്ലോക്കിൽ അത് ഇത് ഓൺലൈന് സംസ്കൃതി അല്ല. നിങ്ങൾക്കൊരാളോട് സ്നേഹം തോന്നി, പ്രേമം തോന്നി, അമ്മയുടെ അടുത്ത് പോയി പറയണം, അമ്മ ഞാനിന്ന് പോകുന്ന വഴിക്ക് ഒരു പയ്യനെ കണ്ടു, നല്ല രസമുണ്ട്, ബൈക്കിൽ ഇങ്ങനെ പട്ടിമൂത്രമൊഴിക്കാൻ നിൽക്കുന്നു, അത് എന്നെ ആകർഷിച്ചു, അവനോട് എനിക്ക് പ്രേമമുണ്ട്. അപ്പോൾ അമ്മ അങ്ങനെ പറയുന്ന ഒരു അമ്മ ഉണ്ടെങ്കിൽ നടക്കില്ല. പക്ഷെ അമ്മ അത് ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് സ്വാഭാവികമല്ലേ. ഇന്നലെ എനിക്ക് മെസ്സേജ് കിട്ടി, 18 വയസ്സുള്ള ഒരു പയ്യൻ, എൻ്റെ ഫോണോടെ 18 വയസ്സുള്ള ഒരു പയ്യന് ഒരു പെൺകുട്ടിയോട് പ്രേമം തോന്നി. മാത്രമല്ല അവൾ പോയി പഠിക്കാൻ പോകുന്ന ഏവിയേഷൻ കോളേജിൽ ഇവനും ജോയിൻ ചെയ്തു. സാറേ ഞാൻ എന്താ ചെയ്തത്? ഞാൻ പറയും ഒന്നും ചെയ്യേണ്ട, അവന് പ്രേമല്ലേ തോന്നിയിട്ടുള്ളൂ. പെരുമ അത് പ്രകൃതിയാണ്. വികൃതിയാണ് സ്റ്റോക്കിങ്. പിന്നെ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ ആരോടാ. അത് സംസ്കൃതി. മാന്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത്, നോ പറഞ്ഞാൽ വിട്ടുപോകുന്നത്. ബ്രേക്കപ്പ് ആയിക്കഴിഞ്ഞാലും പോട്ടെ, ഇനി ബ്രേക്കപ്പായി ആക്സെപ്റ്റ് ഇറ്റ്. ആക്സെപ്റ്റ് ചെയ്യുക. ബ്രേക്കപ്പ് ഈസ് എ ബെസ്റ്റ് ടൈം ടു റിവൈസ് യുവർ സെൽഫ്. ബ്രേക്കപ്പ് അടിപൊളി സമയമാണ്. നമ്മളെ മൊത്തം നന്നാക്കാൻ പറ്റുന്ന സമയം ബ്രേക്കപ്പ് ടൈം. ബ്രേക്കപ്പ് ടൈം നല്ലതാണ്. ആവട്ടേക്ക് ഒരെണ്ണം തുടങ്ങിയിട്ട് വേണം ബ്രേക്കപ്പ് ആവും, എന്നിട്ട് വേണം നിന്നാവാൻ. ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാവും. ആക്സെപ്റ്റ് ചെയ്യുക, ഫീൽ ചെയ്യുക. നമുക്ക് കുറ്റബോധം ഉണ്ടാവും, ആ കുറ്റബോധം ഫീൽ ചെയ്യുക. നമ്മൾ ഈ പ്രേമത്തിൻ്റെ സമയത്തിൽ ഉണ്ടായിരുന്ന കുറേ ഡിസ്കണക്ഷൻ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. പേരൻസുമായിട്ട് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടാവും, ഫ്രണ്ട്സുമായിട്ട് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടാവും, റിലേറ്റീവായിട്ട് ഡിസ്കണക്റ്റ് ഉണ്ടാവും. അതൊക്കെ തിരികെ കൊണ്ടുവരാനുള്ള സമയമാണ്.